സുഹൃത്തുക്കളെ, ഇന്ത്യയിലെ മരുന്ന് കമ്പനികളെക്കുറിച്ച് പറയാതിരിക്കുകയാണ് ഭേദം. ചാത്തൻ മരുന്നുകൾ, ഗുണ്ട് മരുന്നുകൾ, അങ്ങനെ തുടങ്ങി ശരിയായതെന്ന് അവർ അവകാശപ്പെടുന്ന മരുന്നുകൾ ഒക്കെയുണ്ട്. പക്ഷേ ഇതിലേതാണ് രോഗികൾക്ക് ദ്രോഹം ചെയ്യാത്ത മരുന്ന് എന്ന് ചോദിച്ചാൽ അത് ചാത്തൻസ് തന്നെയാവാനാണ് സാധ്യത. ശരിയായ മരുന്നുകളാണെങ്കിൽ ആ മരുന്നുകൾക്കുള്ള ദോഷഫലങ്ങൾ അത് ഇല്ലാതാക്കി തരുന്നു എന്ന് അവകാശപ്പെടുന്ന രോഗങ്ങളെക്കാളും മൂർച്ഛിച്ചതായിരിക്കും, കടുത്തതായിരിക്കും, ഗുരുതരമായതായിരിക്കും. ഏതായാലും ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. തട്ടിപ്പുകാരുടെ വിഹാരരംഗമാണ് മരുന്ന് വ്യാപാരം. ഏറ്റവും പ്രശസ്തമായ ഫൈസർ, മെർക്ക്, GSK, ജോൺസൺ ആൻഡ് ജോൺസൺ ഒക്കെ തട്ടിപ്പാണ്. എല്ലാം ക്രിമിനൽ കമ്പനികളാണ്. ഈ കമ്പനികൾക്കെല്ലാം അറിയാം അവരുടെ മരുന്ന് കൊണ്ട് രോഗി നന്നാകുന്നില്ല, രോഗം ശരിയായി മാറുന്നില്ല. പല രോഗങ്ങളുണ്ടാക്കി കൂടുതൽ ലാഭമുണ്ടാക്കുന്ന ഒരു ബിസിനസ് എന്ന നിലയ്ക്ക് മാത്രമാണ് അവരതിനെ കാണുന്നത്. അതുകൊണ്ട് അവർക്ക് മരുന്നുകളുടെ ദോഷഫലങ്ങൾ ഇടയ്ക്കെല്ലാം പുറത്തു വരുന്നതിൽ യാതൊരു പ്രയാസം ഉണ്ടാകുന്നില്ല. അവരുടെ തട്ടിപ്പ് പിടിക്കപ്പെടുമ്പോൾ കനത്ത തുക പിഴ കൊടുത്ത് അവർ തടിയൂരിപ്പോകും. അവർക്ക് അങ്ങനെ കോടതികളിൽ നിന്ന് ശിക്ഷയൊന്നും ഉണ്ടാവാറില്ല. ഫൈസറും മെർക്കും ജോൺസണും ഒക്കെ ഭീമമായ തുകകൾ നഷ്ടപരിഹാരം കൊടുക്കുന്നു, അല്ലെങ്കിൽ സർക്കാരിന് പിഴയടക്കുന്നു. ഇന്ത്യൻ മരുന്ന് കമ്പനികളെ കുറിച്ച് പറയുമ്പോൾ ഈയിടെയായി കേന്ദ്ര ഡ്രഗ്സ് കൺട്രോൾ സംവിധാനങ്ങൾ അല്പം ഉഷാറാണ്. അവർ മരുന്നുകൾ പരിശോധിക്കാനും നടപടികൾ എടുക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ നല്ല ചില പ്രവർത്തനങ്ങളിൽ ഒന്ന് ഇതുകൂടിയാണ്. ആയുർവേദത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അല്പമൊക്കെ പ്രകൃതി ചികിത്സയ്ക്ക് ഒരു ചെറിയ കൈത്താങ്ങൊക്കെ നൽകുന്നതായി പറയുന്നുണ്ട്. കേരളത്തിൽ നമുക്ക് അനുഭവിക്കാൻ അത് സാധ്യമായിട്ടില്ല. കേരളത്തിൽ അലോപ്പതിക്കാരുടെ ഭീകരമായ വിളയാട്ടമാണ്. ആരോഗ്യവകുപ്പുകാരുടെ വിചാരം അവർ അലോപ്പതി വകുപ്പ് മാത്രമാണ് എന്നതാണ്. അതിന് നേരിട്ട് തന്നെ ചില അനുഭവങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ, ഞാനിങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതുമാണ്. ഏതായാലും കേന്ദ്ര ഡ്രഗ് കൺട്രോൾ വിഭാഗം മരുന്നുകളിപ്പോൾ പരിശോധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്നെനിക്ക് പറയാനുള്ളത്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഡ്രഗ് കൺട്രോളർ ഇൻസ്പെക്ടറെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളങ്ങനെ മരുന്നുകളൊന്നും പരിശോധിക്കാറില്ല. ഒരു മരുന്ന് പരിശോധിക്കണമെങ്കിൽ 3 സാമ്പിൾ വാങ്ങണം, ബില്ല് സഹിതം വാങ്ങണം. അത് ഒരെണ്ണം അവരെ തന്നെ ഏൽപ്പിക്കണം, ഒരെണ്ണം സെൻട്രൽ ലാബിലേക്ക് അയക്കണം, ഒരെണ്ണം അവർ സൂക്ഷിക്കണം. അങ്ങനെ നടപടിക്രമങ്ങൾ ധാരാളമുണ്ട്. ഞങ്ങൾക്ക് ഫണ്ടില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ മരുന്ന് വാങ്ങാനോ പരിശോധിക്കാനോ കഴിയാറില്ല. പിന്നെ വളരെ വില കുറഞ്ഞ കുറച്ച് മരുന്നുകളൊക്കെ ഞങ്ങളൊന്ന് ചിലപ്പോൾ നോക്കും. ഇപ്പോൾ വില കൂടിയ മരുന്നുകളാണെങ്കിൽ ഒരു പരിശോധനയും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. ഏതായാലും ഇപ്പോൾ വരുന്നൊരു വാർത്ത, 49 മരുന്നുകൾ ഗുണനിലവാര പരിശോധനയിൽ പരാജയപ്പെട്ടു. അതിൽ 4 എണ്ണം വ്യാജമരുന്നുകളുമായിരുന്നു. കേരള ഹൈക്കോടതിയിൽ ഒരു കേസ് എത്തിയിട്ടുണ്ട്. ഡോക്ടർമാർ തന്നെ കൊടുത്തിട്ടുള്ള കേസാണ്. വ്യാജ ഡോക്ടർമാരെ കണ്ടുപിടിക്കണം, അവരെ നിയമത്തിൻ്റെ കീഴിൽ കൊണ്ടുവരണം. ഡോക്ടർമാർക്ക് ഇവിടെ IMA ഉണ്ട്. IMAയ്ക്ക് വലിയ നെറ്റ്വർക്കുണ്ട്. അവർക്ക് പോലും കണ്ടുപിടിക്കാനാവാത്ത രീതിയിൽ വ്യാജ ഡോക്ടർമാർ. സുഹൃത്തുക്കളെ, വൈക്കത്ത് നാം നടത്തുന്ന സത്യാഗ്രഹ പഠന ക്യാമ്പിന് വളരെ ആവേശകരമായ പ്രതികരണങ്ങളാണ് ഉണ്ടായത്. 50 പേരെ പങ്കെടുപ്പിക്കാൻ ഉദ്ദേശിച്ച ക്യാമ്പിൽ ഇപ്പോൾ 75ഓളം പേരായി കഴിഞ്ഞു. കുറെ കൂടെ ആളുകൾ പങ്കെടുക്കാൻ തയ്യാറാകുന്നുണ്ട്. അതിനെ മുൻനിർത്തി അടുത്തൊരു ക്യാമ്പിൽ അവർക്ക് പ്രവേശനം നൽകാമെന്നാണ് കരുതുന്നത്.
അടുത്ത ക്യാമ്പ് കുറച്ചുകൂടെ സൗകര്യപ്രദമായ ഒരു സമയത്താണ് ഡിസംബർ 27, 28, 29. ക്രിസ്തുമസ് അവധിക്കാലത്തെ ഈ ക്യാമ്പിൽ നിങ്ങൾക്ക് കുട്ടികളുമൊത്ത് കുടുംബസമേതം തന്നെ പങ്കെടുക്കാനും സാധിക്കും. ഇപ്പോൾ തന്നെ ക്യാമ്പിലേക്ക് പേരുകൾ രജിസ്റ്റർ ചെയ്യുന്നതാണ് നല്ലത്. വലിയ വലിയ ആശുപത്രികളിൽ സഹിതം വിളയാടുകയാണ്. ഇംഗ്ലീഷ് മരുന്നുകളുടെ മേഖലയിൽ ഏതാണ് വ്യാജൻ ഏതാണ് ഒറിജിനൽ എന്നറിയാൻ വലിയ പ്രയാസം. ഏതാണ് മരുന്ന് ഏതാണ് വ്യാജമരുന്ന് എന്നറിയാൻ അതിലേറെ പ്രയാസം. ഇനി മരുന്ന് തിരിച്ചറിഞ്ഞാൽ തന്നെ ഈ മരുന്ന് എന്തെല്ലാം ദോഷങ്ങളാണ്, ഏതെല്ലാം രോഗങ്ങളാണ് മനുഷ്യർക്ക് ഉണ്ടാക്കുക എന്നുള്ളത് അറിയാൻ അതിലേറെ പ്രയാസം. 10 രോഗമെങ്കിലും കഴിക്കുന്നവർക്ക് ഉണ്ടാക്കാത്ത ഒരു മരുന്ന് കാണിച്ചു തരാവോ എന്ന് ചോദിച്ചാൽ ഡോക്ടർമാരും മിണ്ടാതെയാകും. അപ്പൊ ഈ ഒരു അവസ്ഥയുടെ ഇടയിലാണ് ഇപ്പോൾ ഈ വാർത്ത വരുന്നത്. കേന്ദ്ര ഡ്രഗ്സ് കൺട്രോൾ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷന്റെ പരിശോധനയാണ് മരുന്നുകളുടെ മേഖലയിൽ നടന്നത്. CDSCO എന്ന് ചുരുക്കപ്പേരിൽ പറയും. പ്രമേഹ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മെറ്റ്ഫോമിൻ, അതാണ് ഒരു മരുന്ന്. പ്രമേഹ ചികിത്സയ്ക്ക് മെറ്റ്ഫോമിനൊക്കെ ഗ്ലൈസിഫേജ് ഒക്കെ ഉപയോഗിക്കുന്നത് വളരെ രസകരമായ കുശാസ്ത്ര രീതിയിലാണ്. ഇവിടെ നമ്മുടെ നാട്ടിലെ കുറെ ശാസ്ത്രവാദികൾ അതാണ് ശാസ്ത്രീയമെന്ന് പറയും. അത് പ്രമേഹ രോഗിയിലെ ഷുഗറിന്റെ നില കുറയ്ക്കുന്ന മരുന്നാണ്. അതല്ലല്ലോ വേണ്ടത്, അത് യുക്തിക്ക് നിരക്കുന്നതല്ലല്ലോ. പ്രമേഹ രോഗിയിൽ പ്രമേഹം കാരണം ഷുഗർ കൂടി നിൽക്കുന്നു. ആ ഷുഗർ കുറപ്പിക്കുന്ന മരുന്നുകളുണ്ട്, പ്രമേഹം മാറ്റുന്ന മരുന്നുകളില്ല. പ്രമേഹ രോഗിയായി തന്നെ തുടരും. പ്രമേഹത്തിൻ്റെ കുഴപ്പങ്ങളെല്ലാം ശരീരത്തിൽ ഇങ്ങനെ അനുഭവപ്പെടും. പക്ഷെ ഷുഗർ കുറയ്ക്കും. അതുകൊണ്ട് രോഗിക്കെന്ത് മെച്ചം? ആ ചികിത്സ കൊണ്ടെന്ത് കാര്യം? പ്രമേഹം മാറ്റുന്ന, പ്രമേഹത്തിൻ്റെ യഥാർത്ഥ കാരണം, ഉള്ളിലുള്ള കാരണം, അത് ഇല്ലാതാക്കുന്ന നടപടികളല്ലേ വേണ്ടത്. പ്രമേഹത്തിൻ്റെ കാരണം പാൻക്രിയാസിൻ്റെ വീക്ക്നെസ് ആണ്. പാൻക്രിയാസ് ദുർബലമാകുന്നതാണ്. പാൻക്രിയാസിൽ നിന്ന് ആവശ്യത്തിനുള്ള ഇൻസുലിൻ ഉണ്ടാവാത്തതാണ്. പാൻക്രിയാസിൽ നിന്ന് നല്ല ഇൻസുലിൻ ഉണ്ടാവാത്തതാണ്. ആവശ്യമുള്ള അളവിൽ ഉണ്ടാവാത്തതാണ്. അവിടെ ഇംപ്രൂവ്മെന്റ് വരുത്താതെ, അവിടെ അത് ശരിയാക്കാതെ ഈ കുഴപ്പം കാരണം ദിവസവും ഉണ്ടാകുന്ന ഷുഗറിനെ കുറയ്ക്കുന്ന നാടകം നടത്തിയിട്ട് എന്താ കാര്യം? ഇതിലെന്ത് ശാസ്ത്രം? ഏതായാലും ഈ നാടകം നടത്തുന്ന നടൻ പോലും, മെറ്റ്ഫോമിൻ പോലും തട്ടിപ്പാണ്, ഗുണനിലവാരമില്ലാത്തതാണ് എന്നാണ് പറയുന്നത്. പിന്നെ അസിഡിറ്റി ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പാൻറ്റോപ്രസോൾ, അത് പല പേരുകളിൽ നമ്മുടെ നാട്ടിലുണ്ട്. അസിഡിറ്റി മരുന്നുകളെല്ലാം തന്നെ ക്യാൻസർ കൂടി ഉണ്ടാക്കുന്നവയാണ്. ആസിഡിറ്റി മരുന്നുകൾ നിരവധി തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ അങ്ങേയറ്റത്ത് ചെല്ലുമ്പോൾ ക്യാൻസർ ഉണ്ട്. ഈ പാൻറ്റോപ്രസോള് അത് വ്യാജനായിരിക്കുമ്പോൾ എന്ത് വ്യാജനാണ്? അതുണ്ടാക്കാനിടയുള്ള കുഴപ്പങ്ങൾ എന്തൊക്കെയാണ്? അതോ വ്യാജനായതുകൊണ്ട് വല്ല ചോക്കുപൊടിയും അരിപ്പൊടിയും കുഴച്ച് വെച്ചതായിരിക്കുമെങ്കിൽ രോഗിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ആസിഡിറ്റിക്ക് പാൻറ്റോപ്രസോൾ കഴിച്ചു എന്ന് കരുതി രോഗി രക്ഷപ്പെടുവോ? ഇവർ ഈ പറയുന്ന കണ്ടുപിടിച്ചു എന്ന് പറയുന്ന ശരിയായ പാൻറ്റോപ്രസോൾ തന്നെ കഴിച്ചാൽ അന്നേരം കുറയും, പിന്നെ ഇരട്ടിയായിട്ട് അസിഡിറ്റി കൂടും. അതാണ് അസിഡിറ്റി മരുന്നുകളുടെ ഒരു തകരാറ്. ലാബിൽ ശരിയാണ്, ടെസ്റ്റ് ട്യൂബിൻ്റെ ഉള്ളിൽ പാൻറ്റോപ്രസോൾ ചേർത്ത് കഴിഞ്ഞാൽ അസിഡിറ്റി മാറി അവിടെ ഇരിക്കും. പക്ഷെ മനുഷ്യ ശരീരത്തിൽ ജീവന്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ആദ്യം കുറയുന്ന അസിഡിറ്റി പിന്നീട് ഇരട്ടിയായി തിരിച്ചു വരും. അതാണ് മരുന്നുകളുടെ തകരാറ്. അപ്പോൾ മരുന്ന് കമ്പനികൾക്ക് ലാഭമാണ്. വീണ്ടും വിൽക്കാം, വിറ്റുകൊണ്ടേയിരിക്കാം. അസിഡിറ്റി ഒട്ടും മാറത്തുമില്ല. മരുന്നുകളുടെ ഉപയോഗം ഒരിക്കലും തീരുകയുമില്ല. പാമ്പും ചാവില്ല, കോലിയൊടിയില്ല. പ്രമേഹവും മാറില്ല, പ്രമേഹം മരുന്നിൻ്റെ ദുരിതവും മാറില്ല, മരുന്നും കഴിച്ചുകൊണ്ടിരിക്കണം. അസിഡിറ്റിയും മാറില്ല, അതിൻ്റെ മരുന്നും മാറില്ല. ഇനി അടുത്ത ഗുണനിലവാരമില്ലാത്ത മരുന്ന് പനിക്ക് കഴിക്കുന്ന പാരാസെറ്റമോളാണ്. പാരാസെറ്റമോള്
സാരാ, ടിഫി, പെനഡോൾ, ടൈനലോൾ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ക്രോസിൻ, ഡോളോ, അൽജിനാമോൾ, ഫെപ്പാനിൽ, ബെപ്പാനിൽ 113 പേരുകളിൽ നമ്മുടെ നാട്ടിൽ ലഭ്യമാണ്. അവിടെയും അസിഡിറ്റിയുടെ അല്ലെങ്കിൽ പ്രമേഹത്തിൻ്റെ മരുന്നുകൾ നടത്തുന്ന പോലുള്ള തട്ടിപ്പ് നാടകം മാത്രമാണ് പനി രോഗി പാരാസിറ്റമോൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഫീവർ ആസ് എ ഡിഫൻസീവ് അഡാപ്റ്റേഷൻ എന്ന് പഠിച്ചിറങ്ങിയ ഡോക്ടർമാരാണ് പാരാസെറ്റമോൾ തരിക എന്ന ദ്രോഹം സകല പനി രോഗികളോടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പനിയുടെ കാരണത്തെ ഷുഡ് ബി ഐഡൻറ്റിഫൈഡ് ആൻഡ് ട്രീറ്റഡ് എന്നാണ് മെഡിക്കൽ ടെക്സ്റ്റുകൾ പറയുന്നത്. എന്താണ് പനിയുടെ യഥാർത്ഥ കാരണം? അത് വെള്ളം മര്യാദക്ക് കുടിക്കാത്തതായിരിക്കാം, അല്ലായെങ്കിൽ മാൽന്യൂട്രീഷൻ ആയിരിക്കാം, വേണ്ടത്ര പോഷകാഹാരങ്ങളില്ലാത്തതായിരിക്കാം. 60 വയസ്സ് കഴിഞ്ഞവർക്ക് വേണ്ടി ഒരു പ്രത്യേക ക്യാമ്പ് നമ്മൾ നടത്തുകയാണ്. ആലപ്പുഴ കൈനഗിരി നേച്ചർ ലൈഫിൽ നവംബർ 15, 16, 17 തീയതികളിലാണ്. വാർദ്ധക്യകാലത്ത് സാധാരണ വന്നുകൂടുന്ന അസ്വസ്ഥതകൾ, അസുഖങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഇവയ്ക്കെല്ലാമുള്ള പരിഹാരം, അതുപോലെ ടെൻഷനുള്ള പരിഹാരം പ്രായമായവർക്ക് വേണ്ടി പ്രത്യേകമായി നടത്തുന്നത്. ഉടനടി തന്നെ നിങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യണം. ക്യാമ്പിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട നമ്പർ 9496044503 9496044521. തെറ്റായ ഭക്ഷണം ചെന്നതായിരിക്കാം. ചില മരുന്നുകളുടെ ഉപയോഗം, വാക്സിനുകളുടെ പ്രയോഗം ഒക്കെ പനി ഉണ്ടാക്കാമെന്നാണ് മെഡിക്കൽ ടെക്സ്റ്റുകൾ പറയുന്നത്. അതിൻ്റെ കാരണങ്ങളൊന്നും നോക്കാതെ, കാരണങ്ങളെ മാറ്റാതെ പനിയെ മാറ്റാനായിട്ട് ഉപയോഗിക്കുന്ന പാരാസിറ്റമോൾ രോഗികളുടെ കരൾനാശത്തിനിടയാക്കും, അൾസറിനിടയാക്കും, രക്തം ദുഷിപ്പിക്കും. പനിയുടെ കാരണമുള്ളിൽ തങ്ങി നിൽക്കാനും വളരാനും വ്യാപിക്കാനും ഇടയാകുന്നത് കൊണ്ട് പല രോഗങ്ങളിലേക്കും രോഗി വീണുപോകാനിടയുണ്ട്. ശരിയായ പാരാസെറ്റമോളാണ് രോഗി കഴിക്കുന്നതെങ്കിൽ 5 തരം ക്യാൻസറാണ് സമ്മാനമായിട്ട് കിട്ടാനിടയുള്ളത്. ബ്ലഡ് ക്യാൻസർ, ലിംഫ് നോഡ് ക്യാൻസർ, ബോൺ മാരോ ക്യാൻസർ, കിഡ്നി ട്രാക്ട് ക്യാൻസർ ആൻഡ് ലിവർ ക്യാൻസർ. അതും വ്യാജനാണ്. കൂടുതൽ കുഴപ്പമുണ്ടാക്കുന്ന വ്യാജനാണോ നിരുപദ്രവിയായ വ്യാജനാണോ എന്ന് നമുക്കറിയില്ല. ഇനി വ്യാജമരുന്ന് കണ്ടെത്തിയത് മറ്റൊക്കെ കമ്പനിക്കാർ തന്നെ ഉണ്ടാക്കിത്തരുന്ന ഒറിജിനൽ മരുന്നിൻ്റെ ഗുണനിലവാരമില്ല എന്നുള്ളതാണെങ്കിൽ, കാൽഷ്യം തകരാറിന് നൽകി വരുന്ന ഷെൽക്കാൾ 500 വ്യാജമരുന്നായിരുന്നു. കാൽഷ്യം ചികിത്സയിൽ കാൽഷ്യം കുറവാണ് എന്ന് പറഞ്ഞ് ബ്ലഡ് റിപ്പോർട്ടിൽ കണ്ടു കഴിഞ്ഞാൽ അതിനൊരു കാൽഷ്യം സപ്ലിമെൻ്റ് കൊടുക്കുക, അതും വേറൊരു കലാപരിപാടിയാണ്. കാൽഷ്യം കുറയുന്നത് എന്തുകൊണ്ടാണ്? ഭക്ഷണ സാധനങ്ങളിലെ കാൽഷ്യം ശരീരത്തിന് സ്വീകരിക്കാൻ കഴിയാത്ത ഒരു തകരാറ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ? കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് എന്ന് പറയുന്ന മരുന്ന് കഴിച്ചിട്ടുണ്ടോ? അങ്ങനെ ചില കലാപരിപാടികളും ഉണ്ട്. കാൽഷ്യം ചാനൽ ബ്ലോക്കർ ഹൃദയത്തിൽ പ്ലക്ക് പിടിക്കുന്നത് കാൽഷ്യം കൂടിയോണ്ടാണ്. അതുകൊണ്ട് കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ, കാൽഷ്യം ആഗിരണം ചെയ്യുന്നതൊക്കെ അങ്ങോട്ട് തടയുന്ന മരുന്നുകളുണ്ട്. സ്റ്റിറോയിഡ് മരുന്നുകൾ, റിഫാംപിൻ, കാൽസിറ്റോണിൻ, അങ്ങനെ നിരവധി മരുന്നുകളാണ് കാൽഷ്യത്തിന്റെ അഭാവം ശരീരത്തിൽ ഉണ്ടാക്കുന്നത്, കാൽഷ്യത്തെ കുറയ്ക്കുന്നത്. അതേപോലെ തന്നെ വൈറ്റമിൻ ഡി ശരീരത്തിലുണ്ടെങ്കിൽ മാത്രമാണ് കാൽഷ്യം അബ്സോർപ്ഷൻ നടക്കുക. അതിന് വെയിൽ കൊള്ളുകയോ കാൽഷ്യം ഡി ഉള്ള പച്ചക്കറികളും പഴങ്ങളും ഒക്കെ നന്നായിട്ട് കഴിക്കുകയോ ചെയ്യണം. നന്നായിട്ട് വെള്ളം, പച്ചവെള്ളം തന്നെ കുടിക്കണം. അതൊന്നും ചെയ്യാതെ വൈറ്റമിൻ ഗുളികകൾ, അത് വേറൊരു കച്ചവടമാണല്ലോ. ഓസ്റ്റിയോപൊറോസിസിനുള്ള ഡെക്കാഡുറോബോളിൻ 25 എന്നിവയുടെയും മരുന്നുകൾ വ്യാജനായിരുന്നു. ഡെക്കാഡുറോബോളിൻ ബ്ലഡ് ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു മരുന്നായിട്ട് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ജിംനേഷ്യത്തിൽ പോയി ബോഡി ബിൽഡ് ചെയ്യാൻ, മസിലെല്ലാം ചീർത്തു തീർക്കാൻ ഈ മരുന്നെടുത്ത് കുത്തുന്നൊരു രീതിയുണ്ട്. അങ്ങനെ ബ്ലഡ് ക്യാൻസർ പിടിച്ചു മരിച്ച ഒരു മിസ്റ്റർ കൊല്ലത്തെ ഞാൻ സങ്കടത്തോടെ ഓർക്കുകയാണ്. നല്ല അഴകുള്ള, ആരോഗ്യം ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ആകാശവാണിയിലെ ഒരു ജീവനക്കാരനാണ് അദ്ദേഹത്തെ എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നത്. കൊല്ലത്ത് തന്നെയാണ്, കൊല്ലം നഗരത്തിൽ തന്നെയാണ്, പലർക്കും അറിയാമായിരിക്കും. ഡെക്കാഡുറോബോളിൻ എന്ന് പറഞ്ഞ മരുന്ന്
ഓഫ് ലേബൽ പ്രാക്ടീസായി മസിലുകൾ വലുതാക്കാനായിട്ട് ജിംനേഷ്യത്തിൽ വെച്ച് കുത്തിയതാണ്. ആശാൻ പറഞ്ഞിട്ടാണ് കുത്തിയത്. ഇപ്പോഴും പല ചെറുപ്പക്കാരും അത് ഉപയോഗിക്കുന്നുണ്ട്. ഈ മരുന്ന് കുത്തി ഒരു കൈ മാത്രം വലുതായി, കൈ അനക്കാൻ വയ്യാതെ കട്ടിലിൻ്റെ അടുത്ത് ഒരു പലക അടിച്ചിട്ട് കൈ കയറ്റി വെച്ച് അനങ്ങാതെ കിടക്കേണ്ടി വന്നൊരു ചെറുപ്പക്കാരൻ ഞാൻ കണ്ട് നാടി വഴിച്ച് നോക്കിയപ്പോൾ പ്രയാസമാണെന്ന് മനസ്സിലായി. ഉടനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. രാത്രി ഒരു 8:30 മണിക്കാണ് വളാഞ്ചേരിയിൽ ആ ചെറുപ്പക്കാരൻ്റെ വീട്ടിൽ ഞാൻ ചെല്ലുന്നതും. വൈലത്തൂരിലുള്ള അബ്ദുൾ ലത്തീഫും സുഹൃത്തുക്കളുമാണ് എന്നെ അവിടെ കൊണ്ടുപോയത്. ഉടനെ ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു ഞാൻ അവരോട്. വീട്ടുകാരോട് കുറച്ച് കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കണമെന്ന് പറഞ്ഞിരുന്നു. അതൊന്നും ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഒന്നും വേണ്ട ലത്തീഫെ, ഉടനെ ഇറങ്ങിക്കോ. വെളുപ്പിന് 4:30 ആ ചെറുപ്പക്കാരൻ മരിച്ചു. പൂവമ്പഴം പോലെ അഴകുള്ളൊരു ചെറുപ്പക്കാരനായിരുന്നു. അപ്പോൾ അതിലും വ്യാജനാണ്. ഇവർ കുത്തിയത് വ്യാജനായിരുന്നോ, വ്യാജൻ്റെ കൂടുതൽ കുഴപ്പമായിരുന്നോ, ഒറിജിനലിനും ഈ കുഴപ്പമുണ്ടെന്നൊക്കെയാണ് കാണുന്നത്. ഇന്നോവ ക്യാപ് ടാബ് ഒരു കമ്പനി, ആൽക്കെം ഹെൽത്ത് മറ്റൊരു കമ്പനി, അരിസ്റ്റോ ഫാർമസ്യൂട്ടിക്കൽ മൂന്നാമത്തെ കമ്പനി, സെഫ്പോഡോക്സം എന്ന് പറഞ്ഞ മരുന്നാണ് ഇവരുണ്ടാക്കുന്നത്. കമ്പനികൾ പറയുന്നത് ഈ മരുന്നൊന്നും ഞങ്ങളല്ല ഉണ്ടാക്കിയതെന്നാണ്. കഴിഞ്ഞ മാസം അതുപോലെ ഒരു പരിശോധന നടത്തി. അതിൽ 54 മരുന്നുകളാണ് ഗുണനിലവാരമില്ലാത്തതായിട്ട് കണ്ടെത്തിയത്. ഇപ്രാവശ്യം 49 മരുന്നാണ്. ഒരു പുരോഗമനമൊക്കെ ഉണ്ട്. ഏതായാലും കേന്ദ്ര ഡ്രഗ് സ്റ്റാൻഡേർഡ് അതോറിറ്റിക്ക്, അതുപോലെ ഈ മരുന്നുകളുടെ മേഖലയിൽ നടക്കുന്ന ഭീകരതകളെ കഴിയുന്നത്ര കണ്ടുപിടിക്കാനും ലഘൂകരിക്കാനും ശ്രമിക്കുന്ന കേന്ദ്ര ഭരണത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. കുറെ കൂടെ കർശനമായി നടപടികളെടുക്കാൻ അവർക്ക് സാധിക്കട്ടെ. മരുന്നുകളുടെ അനിശ്ചിതാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടും രോഗങ്ങൾക്ക് മരുന്നുകളല്ല വേണ്ടത്, രോഗകാരണങ്ങളെ മാറ്റിക്കൊടുക്കലാണ് എന്ന തിരിച്ചറിവിലേക്ക് വരാൻ ഈ കാര്യങ്ങളെല്ലാം ജനങ്ങളെ സഹായിക്കട്ടെ. നേച്ചർ ലൈഫ് TV ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതണം, കഴിയുന്നത്ര ഷെയർ ചെയ്യണം. നന്ദി, നമസ്കാരം.